ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എവറസ്റ്റ്, മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകം. എന്നാൽ ഈ മലമുകളിൽ നമ്മൾ കാണാത്ത ചില ഇരുണ്ട സത്യങ്ങളുണ്ട്. 1996 മെയ് 10 എവറസ്റ്റ് കൊടുമുടിയിൽ ഒരേ സമയം നടന്ന രണ്ട് വ്യത്യസ്ത തീരുമാനങ്ങൾ. ഒന്ന്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് ക്രൂരതയുടെ മുഖമാണെങ്കിൽ മറ്റൊന്ന് മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ആത്മത്യാഗത്തിന്റെ കഥയാണ്. എവറസ്റ്റിന്റെ നോർത്ത് ഫേസിലേക്ക് നോക്കൂ. ഇന്ത്യൻ അതിർത്തി സേനയിലെ 3 ജവാന്മാർ, സെവാങ് സമാൻല, ദോർജെ മൊറോബ്, സെവാങ് പാൽജോർ. കൊടുങ്കാറ്റിൽ അകപ്പെട്ട അവർ മരണത്തെ മുന്നിൽ കണ്ടു. സഹായം അപേക്ഷിച്ചുകൊണ്ട് അവർ അലമുറയിട്ടു. പക്ഷേ അതുവഴി കടന്നുപോയ ഒരു ജാപ്പനീസ് മലകയറ്റ സംഘം എന്തു ചെയ്തു? അവർ നിർത്താതെ മുകളിലേക്ക് കയറിപ്പോയി. വെറും മിനിറ്റുകൾ ചിലവഴിച്ചിരുന്നെങ്കിൽ ആ 3 ജവാന്മാരെ അവർക്ക് രക്ഷിക്കാമായിരുന്നു. പക്ഷേ ആ ടീമിന് അവരുടെ സമ്മിറ്റായിരുന്നു വലുത്. ആ ജവാന്മാരിൽ ഒരാളായിരുന്നു സെവാങ് പാൽജോർ. ഇന്ന് ലോകം ആ മനുഷ്യനെ വിളിക്കുന്നത് ഗ്രീൻ ബൂട്ട്സ് എന്നാണ്. പതിറ്റാണ്ടുകളായി ഓരോ മലകയറ്റക്കാരനും വഴിയടയാളമായി കാണുന്ന ആ മൃതദേഹം അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. എന്നാൽ മലയുടെ മറുഭാഗത്ത്, സൗത്ത് സൈഡിൽ, നടക്കുന്നത് മറ്റൊരു കഥയായിരുന്നു. റോബ് ഹോൾ എന്ന മലകയറ്റ സംഘത്തിന്റെ ലീഡർ, ഡഗ് ഹാൻസൺ എന്ന സാധാരണക്കാരനായ പോസ്റ്റ്മാൻ. തന്റെ നാട്ടിലെ കുട്ടികൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എവറസ്റ്റ് കീഴടക്കിയ ഡഗ് തിരിച്ചിറങ്ങാൻ കഴിയാതെ തളർന്നു വീണു. നിയമങ്ങൾ കർശനമായിരുന്നു, വൈകിയാൽ മരണമുറപ്പ്. പക്ഷേ റോബ് ഹോൾ തന്റെ സുഹൃത്തിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞ് മരണം മുന്നിൽ കണ്ടിട്ടും അവൻ ഡഗിന്റെ അരികിൽ തന്നെ ഇരുന്നു. തന്റെ ഗർഭിണിയായ ഭാര്യയെ അവസാനമായി റേഡിയോയിലൂടെ വിളിച്ച് യാത്ര പറഞ്ഞിട്ടും ഒരു നിമിഷം പോലും അവൻ തന്റെ സുഹൃത്തിനെ വിട്ടുപിരിഞ്ഞില്ല. അതൊരു ലീഡറുടെ മാത്രമല്ല, ഒരു യഥാർത്ഥ മനുഷ്യന്റെ ആത്മത്യാഗമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ ഇവ വെറും മലകയറ്റ കഥകളാണ്. പക്ഷേ സത്യത്തിൽ ഇവ തീരുമാനങ്ങളുടെ കഥയാണ്. വിജയിക്കാൻ വേണ്ടി മനുഷ്യത്വത്തെ കുഴിച്ചുമൂടിയ ജാപ്പനീസ് ടീം, മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ റോബ് ഹോൾ. ഇന്ന് ഈ 2 കഥകളും എവറസ്റ്റിലെ മഞ്ഞിൽ ഒരേപോലെ ഉറഞ്ഞുകിടക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണ് വിജയത്തിന്റെ അളവുകോൽ? കൊടുമുടി കീഴടക്കലോ അതോ മനുഷ്യത്വം സംരക്ഷിക്കലോ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലെയുള്ള നിഗൂഢമായ ചരിത്രങ്ങൾക്കായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.